മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോഴിവിടെ എത്തിയത്. സംസ്ഥാന മന്ത്രിമാര് അങ്ങനെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 250ഓളം പ്രതിനിധികളെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിൽ എത്ര ആളുകൾ ഇതിനോടകം എത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട പലരും മലയാളികളായ അയ്യപ്പ ഭക്തരാണ്. അവരൊക്കെ ഇത്തരമൊരു അവസരം കിട്ടിയപ്പോൾ ശബരിമല ദർശനം കൂടി സാധ്യമാകും എന്ന നിലയിൽ അവരൊക്കെ ഈ കന്നിമാസ പൂജ നടക്കുകയാണ്. ആ സമയത്ത് അയ്യപ്പനെ കാണാനും കൂടി അതുകൂടി ലക്ഷ്യമിട്ട് വന്നിട്ടുണ്ട്. അവര് ഇപ്പോൾ ഈ വൈകിട്ട് ഇന്നിപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ശബരിമല ചവിട്ടാൻ മലയിലേക്ക് പോകാൻ സന്നിധാനത്തേക്ക് പോകാനാണ് അവര് തയ്യാറെടുക്കുന്നത്. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് 2 മന്ത്രിമാർ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് സർക്കാർ പറയുമ്പോഴും കേരളത്തിൽ നിന്നാണ് കൂടുതൽ പ്രതിനിധികൾ. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ് 2 മന്ത്രിമാരുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഔദ്യോഗികമായ പ്രതിനിധികൾ വന്നിട്ടില്ല. അതൊരു മാറ്റു കുറയ്ക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അത് ആ നിലയിൽ കണക്കാക്കേണ്ടതില്ല. ആ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വിശ്വാസികളുണ്ട് എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ഈ വിഷയത്തിൽ റിജിത്ത് നമ്മൾ രാവിലെ തന്നെ നൽകിയതാണ്. ഇതിലെ പ്രതിപക്ഷം നിസ്സഹകരിക്കുന്നു, അല്ലെ അവർ ബഹിഷ്കരിക്കുന്നില്ലെങ്കിലും ഇതുമായി സഹകരിക്കാതെ വിട്ടുനിൽക്കുന്നു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാലും ഒക്കെ പറഞ്ഞു. അത്തരം വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി ഈ പരിപാടി മറ്റു തരത്തിൽ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് ഇത് അയ്യപ്പ ഭക്തരുടെ കൂട്ടായ്മയാണ്. ഇതിനോട് സഹകരിക്കാതിരിക്കുന്നവർ അയ്യപ്പ ഭക്തരെയാണ് ബഹിഷ്കരിക്കുന്നത്, അവരോടാണ് നിസ്സഹകരിക്കുന്നത് എന്നതാണ് സർക്കാരിന്റെ ആ വിഷയത്തിലെ മറുപ്രതിരോധം. അത് ആ നിലയിൽ തന്നെ ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് UDF എന്തിനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്തിനാണ് അയ്യപ്പ ഭക്തരെ ബഹിഷ്കരിക്കുന്നത്, അയ്യപ്പ ഭക്തരോട് നിസ്സഹകരണം കാണിക്കുന്നത് എന്താണ് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനോടും കെ സി വേണുഗോപാലിനോടും വി എൻ വാസവൻ ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ആ നിലയിൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. റിജിത്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇതിൽ നമ്മൾ രാവിലെ നൽകുന്നതാണ്. 3 സെഷനുകളായി തിരിയുന്നുണ്ട്. അതിൽ പതിറ്റാണ്ടുകളായി കേരളം ഈ മാസ്റ്റർ പ്ലാൻ, ശബരിമല മാസ്റ്റർ പ്ലാനിനെ പറ്റി പറയുന്നതാണ്. ആ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ടൂറിസം ചർച്ചകൾ നടക്കുന്നു. ഈ ചർച്ചകളൊക്കെ കേരളത്തിൽ ശബരിമല കേന്ദ്രീകരിച്ച് കുറെ നാളുകളായി നടക്കുന്നതാണ്. ആ ചർച്ചകൾ ഇവിടെയും തുടരും. അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ ഒരു സൃഷ്ടിപരമായ എന്തൊക്കെ നിർദ്ദേശങ്ങൾ രൂപപ്പെട്ടു വരും, അതിൽ എന്തൊക്കെ തുടർ നടപടികൾ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിജയകുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഏതാണ്ട് 10:30 മണിയോടുകൂടി ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 3000-ലധികം പ്രതിനിധികളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാരുണ്ട്, സംസ്ഥാന മന്ത്രിമാരുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികൾ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 10:30 ഔദ്യോഗിക ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.